ഹലോ ഫ്രണ്ട്സ്, നിങ്ങൾക്കറിയാമോ എന്ന ഒരു പുതിയ സെഗ്മെൻറ്റ് തുടങ്ങുകയാണ്. ചില ഇൻഫർമേഷൻസ് അത് ചിലർക്ക് ഓൾറെഡി അറിയുന്നുണ്ടാകാം, പക്ഷേ വേറെ ഒരുപാട് പേർക്ക് ഒരു പുതിയ അറിവാകാം. അത്തരം ഇൻഫർമേഷൻസാണ് ഈ സെഗ്മെൻറ്റിലൂടെ പറയാൻ ആഗ്രഹിക്കുന്നത്. ദ വെയിൽ എന്ന ഹോളിവുഡ് മൂവിയെക്കുറിച്ച് നിങ്ങൾക്കറിയുന്നുണ്ടാകാം, അറിയാത്തവർ കുറവായിരിക്കും. അതുപോലെ ആ സിനിമയ്ക്ക് അക്കാദമി അവാർഡും മറ്റു ഇൻ്റർനാഷണൽ പുരസ്കാരങ്ങളും കിട്ടിയതും അറിയുന്നുണ്ടാകാം. ഇതിൽ മെയിൻ റോൾ അഭിനയിച്ച ബ്രെൻഡൻ ഫ്രേസർക്ക് അക്കാദമി അവാർഡ് ഫോർ ബെസ്റ്റ് ആക്ടർ കിട്ടി. അദ്ദേഹത്തിൻ്റെ ഗംഭീര പ്രകടനം നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, അതുപോലെ അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ രൂപവും. ബ്രെൻഡൻ ഫ്രേസർ എന്ന നടൻ ഒരു കാലത്ത് 90s അതുപോലെ 2K കിഡ്സിൻ്റെ ഫേവറേറ്റ് ആക്ടർ ആയിരുന്നു എന്നതറിയാമോ? ഒരു പക്ഷേ ഇപ്പോഴും ചില ആളുകൾക്ക് ഇപ്പോഴുള്ള രൂപം കണ്ടിട്ട് ബ്രെൻഡൻ ഫ്രേസറെയും അദ്ദേഹത്തിൻ്റെ പഴയ സിനിമകളും ഓർമ്മ വരുന്നുണ്ടാവില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ സിനിമകളുടെ പേര് പറഞ്ഞാലായിരിക്കും അദ്ദേഹമാണോ ഇദ്ദേഹം എന്ന് ആശ്ചര്യപ്പെടുക. 90sലും 2000sലും ഇറങ്ങിയ മമ്മി മൂവിയും അതിൻ്റെ തുടർച്ചയായി ഇറങ്ങിയ മറ്റു മമ്മി സീക്വൽസ് മൂവികളും ഓർമ്മയില്ലേ? ദ മമ്മി എന്ന ഹിറ്റ് മൂവിയിലെ മെയിൻ ഹീറോയെ ഓർമ്മയുണ്ടോ? അദ്ദേഹമാണ് ഈ പറഞ്ഞ ബ്രെൻഡൻ ഫ്രേസർ. അദ്ദേഹത്തിൻ്റെ മറ്റു ചില മൂവികൾ ഇനി പറയുന്നവയാണ്: ജോർജ് ഓഫ് ദി ജംഗിൾ, ദ മമ്മി റിട്ടേൺസ്, ജേണി ടു ദ സെൻറ്റർ ഓഫ് ദി എർത്ത് തുടങ്ങി മറ്റു ചില സിനിമകളും അദ്ദേഹത്തിൻ്റേതായിട്ടുണ്ട്. പേഴ്സണൽ ലൈഫിൽ ഉണ്ടായ ചില ട്രാജഡികളും ചില ഹെൽത്ത് ഇഷ്യൂസുമാണ് അദ്ദേഹത്തെ ഇന്നത്തെ ഒരു കണ്ടീഷനിൽ എത്തിച്ചത്. എങ്കിലും റീസെൻ്റായി ബെസ്റ്റ് ആക്ടർക്ക് വേണ്ടിയുള്ള ഓസ്കാർ നേടിയതോടുകൂടി അദ്ദേഹം വീണ്ടും ചർച്ചകളിൽ നിറഞ്ഞു. എത്ര പേർക്ക് ഇതൊരു പുതിയ അറിവാണെന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കൂ. താങ്ക് യു.